ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ 2020 മത്സരത്തിലെ തകർപ്പൻ ജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ഇനി ഒരു മത്സരം കൂടിയാണ് 2020 പരമ്പരയിലുള്ളത്. മഴ കാരണം ആദ്യം കളി തടസ്സപ്പെട്ടിരുന്നുവെങ്കിലും ബാറ്റിംഗ് ആരംഭിച്ച ശ്രീലങ്ക 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ആദ്യ ഓവർ കഴിയുന്നതിന് മുമ്പ് തന്നെ മഴ വീണ്ടും തടസ്സമായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടാർഗറ്റ് 8 ഓവറിൽ 78 റൺസ് എന്ന സ്കോറായി മാറ്റിയിരുന്നു. എന്നാൽ 6.3 ഓവറിൽ തന്നെ ഇന്ത്യ അനായാസം നേടിയെടുത്തു എന്ന് തന്നെ പറയാം. എന്നാൽ ഏവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു സഞ്ജുവിൻ്റെ ഇത്തവണത്തെ പെർഫോമൻസ്. സഞ്ജു വീണ്ടും തനിക്ക് ഓപ്പണർ എന്ന ഒരു കുപ്പായം ചേരില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. 2020 വേൾഡ് കപ്പ് വാമപ്പ് മാച്ചിലും സഞ്ജുവിന് ഇത് തന്നെയാണ് സംഭവിച്ചത്. രോഹിത് ശർമ്മയുടെ കൂടെ ബാറ്റിങ്ങിന് ഓപ്പണിംഗ് ഇറങ്ങിയെങ്കിലും സഞ്ജുവിന് തീരെ താളം കണ്ടെത്താൻ സാധിച്ചില്ല. സഞ്ജു പുറത്താവുകയായിരുന്നു. അതോടെ കിട്ടിയ ഒരു അവസരം മുതലാക്കാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം ഇനി സഞ്ജുവിന് ഇന്ത്യയിൽ ടീമിൽ സ്ഥാനം കാണും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്കൻ ബാറ്റ്സ്മാൻമാർ അധികം ഒന്നും നേടാൻ സാധിച്ചില്ല. നിസംഗയും മെന്ദിസും അസലങ്കയും മാത്രമാണ് കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ. ബിഷ്ണോയും ഹാർദിക് പാണ്ഡ്യയും ആർഷ്ദീപ് സിംഗും എല്ലാം കൂടി ആയപ്പോൾ ഇന്ത്യയുടെ ബൗളിംഗ് വളരെ ശക്തമായി എന്ന് തന്നെ പറയാം. ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നിസംഗ 32 റൺസാണ് നേടിയത് 24 പന്തുകളിൽ. ബിഷ്ണോയായിരുന്നു വിക്കറ്റ്. മെന്ദിസ് 10 റൺസ് എടുത്തപ്പോൾ പുറത്തായിരുന്നു. പെരേര 53 റൺസ് നേടി. മെന്ദിസ് ആകട്ടെ 26 റൺസാണ് നേടിയത്. അസലങ്ക 14 റൺസും നേടി. സനങ്ക ഡക്കൗട്ടായിരുന്നു. ഹസരങ്ക ഡക്കൗട്ടായിരുന്നു. അതുപോലെ തന്നെ മെന്ദിസ് 12 റൺസും തീക്ഷണ 2 റൺസും പതിരണ 1 റണ്ണുമാണ് നേടിയത്. പരാഗ് കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റ് എടുത്തിരുന്നെങ്കിലും ഇത്തവണ 4 ഓവർ കൊടുത്തിരുന്നു. എന്നാൽ ഒരു വിക്കറ്റൊന്നും കരസ്ഥമാക്കിയില്ല. 30 റൺസ് വഴങ്ങുകയാണ് ചെയ്തത്. മുഹമ്മദ് സിറാജ് വിക്കറ്റൊന്നും നേടിയില്ല. 3 ഓവറിൽ 27 റൺസായിരുന്നു കൊടുത്തത്. ആർഷ്ദീപ് സിംഗ് ആവട്ടെ 2 വിക്കറ്റ് നേടി. ആദ്യ വിക്കറ്റ് തന്നെ ആർഷ്ദീപാണ് നേടിയിരുന്നത്. 3 ഓവറിൽ 24 റൺസാണ് ആർഷ്ദീപ് വഴങ്ങിയത്. അക്സർ പട്ടേൽ ആവട്ടെ 2 വിക്കറ്റ് നേടി 30 റൺസ് കൊടുത്തു. ബിഷ്ണോയി 4 ഓവറിൽ 26 റൺസ് വഴങ്ങിക്കൊണ്ട് 3 വിക്കറ്റ് നേടി. ബിഷ്ണോയാണ് നിസംഗയുടെ വിക്കറ്റ് എടുത്തതും അതുപോലെ തന്നെ സനങ്കയുടെയും ഹസരങ്കയുടെയും വിക്കറ്റ് ബിഷ്ണോയാണ് സ്വന്തമാക്കിയത്. ഹാർദിക് പാണ്ഡ്യ മികച്ച ഫോമിൽ തന്നെയായിരുന്നു. 2 ഓവറിൽ റൺസൊക്കെ വഴങ്ങിയെങ്കിലും 2 വിക്കറ്റ് നേടിയുണ്ടായിരുന്നു. രണ്ടാമത്തെ ഓവറിലാണ് 2 വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ സ്വന്തമാക്കിയത്. 162 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് എന്നാൽ മഴ ഒന്ന് വില്ലനായി വന്നുവെങ്കിലും വീണ്ടും കളി ആരംഭിച്ചു. ജയ്സ്വലിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും സൂര്യകുമാറിൻ്റെയും ഇന്നിങ്സോടെ ഇന്ത്യ ആ ലക്ഷ്യം വളരെ അനായാസം നേടിയെന്ന് തന്നെ പറയാം. എന്നാൽ സഞ്ജു സാംസൺ ആവട്ടെ തീക്ഷ്ണയുടെ ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്താവുകയായിരുന്നു. ജയ്സ്വൽ 15 ബോളിൽ 30 റൺസ് നേടിയപ്പോൾ സൂര്യകുമാർ യാദവ് 12 ബോളിൽ 26 റൺസ് നേടിയിരുന്നു. ഹാർദിക് പാണ്ഡ്യ 9 പന്തിൽ 22 റൺസ് നേടി. ഋഷഭ് പന്ത് 2 പന്തിൽ 2 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അവരുടെ ബൗളിംഗ് പറയുകയാണെങ്കിൽ തീക്ഷ്ണയ്ക്കും ഹസരങ്കയ്ക്കും പതിരണയ്ക്കുമാണ് ഓരോ വിക്കറ്റ് വീതം കിട്ടിയത്. 6 ഓവറിൽ ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. നല്ല ഒരു അഗ്രസീവ് ബാറ്റിംഗ് തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അങ്ങനെ 7 വിക്കറ്റിന് ഇന്ത്യ രണ്ടാമത്തെ മത്സരം ജയിച്ചുകൊണ്ട് ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത 3ാമത്തെ മത്സരത്തിലും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.